ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് ചേർന്ന് വരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി ദിവസമായി കൊണ്ടാടുന്നത്. ഈ ദിനത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളും മന്ത്രങ്ങളും എല്ലാം ചൊല്ലുന്നതിലൂടെ അത് ജീവിതത്തിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കും. അഷ്ടമി രോഹിണി ദിനത്തിൽ നാം ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട്. ഇവ കൃത്യമായി ചെയ്താൽ അത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കും. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചിങ്ങമാസത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസത്തിലാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ദ്വാപര യുഗത്തിലാണ് കൃഷ്ണൻ്റെ ജനനം. അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി വരെ ഉറങ്ങാതെ ഇരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അഷ്ടമി രോഹിണി ദിനത്തിൽ ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട്. അവ ഏതൊക്കെ മന്ത്രങ്ങളാണെന്ന് നോക്കാം. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ജന്മാഷ്ടമി ദിനത്തിൽ ജപിക്കുന്നത് കൃഷ്ണപ്രീതി ലഭിക്കുന്നതിന് വളരെ നല്ലതാണ്. ഇത് ദിവസവും ജപിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും 108 തവണ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. സന്താന ഭാഗ്യത്തിന് വേണ്ടി സന്താന ഗോപാലമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ജന്മാഷ്ടമി ദിനത്തിൽ ഈ മന്ത്രം 41 തവണ ജപിച്ചാൽ കുട്ടികൾ ഉണ്ടാവും. സന്താന ഗോപാലമന്ത്രം ജപിക്കുന്നതിലൂടെ നല്ല ഉത്തമ സന്താനം ജനിക്കും എന്നുള്ളത് ധാരാളം പേർക്ക് അനുഭവമുള്ളതാണ്. ദേവകി വസുദേവ പുത്രനാണ് ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഉത്തമ സന്താനങ്ങളുടെ മാതാപിതാക്കളാകാം എന്നുള്ളത് അനുഭവങ്ങൾ ഉള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിദ്യാവിജയത്തിന് ഏറ്റവും അധികം അനുഗ്രഹം നൽകുന്ന ഒന്നാണ് വിദ്യാഗോപാലാർച്ചന. വിദ്യാഗോപാല മന്ത്രം അഷ്ടമി രോഹിണി ദിനത്തിൽ 41 തവണ ജപിക്കുന്നത് ഓർമ്മശക്തിയും ബുദ്ധിയും ഏകാഗ്രതയും നല്ല സ്വഭാവവും ഉണ്ടാകുന്നതിന് സഹായിക്കും. കുട്ടികളാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഇത് മുതിർന്നവർ തെറ്റാതെ വൃത്തിയായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകളും അരിഷ്ടതകളും ഉണ്ടാവാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആയുർഗോപാല മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അഷ്ടമി രോഹിണി ദിനത്തിൽ ഈ മന്ത്രം ജപിക്കുന്നത് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇത് നിങ്ങളുടെ രോഗാരിഷ്ടകളെല്ലാം ഇല്ലാതെയാക്കും. ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിനും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് രാജഗോപാല മന്ത്രം. എന്നാൽ തെറ്റാതെ അർത്ഥം മനസ്സിലാക്കി വേണം ജപിക്കുവാൻ. രാജഗോപാല മന്ത്രം ജപിക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണിത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.